പുതുവർഷം പിറക്കുമ്പോൾ UAE-യിലെ ചില നിയമങ്ങളിൽ മാറ്റം വരികയാണ്. പ്രവാസികൾ ഉൾപ്പെടെ UAE നിവാസികളെ എല്ലാം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചിലത് അതിലുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ പ്രവാസികൾ ഏറെയുള്ള UAE-യിൽ 2026 നിരവധി നിയമമാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത വർഷം മുതൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനാ സമയം UAE ഏകീകരിച്ചു. ഇതുപ്രകാരം രാജ്യത്തെല്ലായിടത്തും വെള്ളിയാഴ്ച പ്രാർത്ഥന ഉച്ചയ്ക്ക് 12:45 ആയിരിക്കും. ഇത് കണക്കാക്കി സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും വ്യത്യാസമുണ്ട്. ദുബായിലെ വിദ്യാലയങ്ങളുടെ വെള്ളിയാഴ്ച പ്രവർത്തന സമയം 11:30 വരെ ആയിരിക്കണമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ UAE-യിൽ പഞ്ചസാര ചേർത്ത പാനീയങ്ങളുടെ ടാക്സ് അവയിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും. 100 മില്ലി പാനീയത്തിലെ പഞ്ചസാരയുടെ അളവെത്ര എന്നതിനെ ആശ്രയിച്ചാകും ടാക്സ് കണക്കാക്കുക. ഭക്ഷണപാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ഉപഭോക്താക്കൾക്ക് ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം നടപ്പാക്കുന്നത്. ദുബായ് എയർപോർട്ട് ടെർമിനൽ 3 ദുബായിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും റെഡ് കാർപ്പറ്റ് സേവനം അടുത്ത വർഷം മുതൽ ലഭ്യമാകും. റെഡ് കാർപ്പറ്റിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് ഇമിഗ്രേഷൻ നടപടികൾ അനായാസം പൂർത്തിയാക്കുന്ന സംവിധാനമാണ് ഇത്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ UAE-യിൽ പൂർണ്ണമായും നിരോധിക്കുകയാണ്. സുപ്രധാനമായ ഈ നിയമവും 2026 പ്രാബല്യത്തിൽ വരും. UAE-യിൽ പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുന്നവർക്കുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലൈസൻസ് എടുക്കാനുള്ള അവസാന തീയതി അടുത്ത വർഷം ജനുവരി 31. UAE മീഡിയ കൗൺസിലിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. 1 വർഷം കാലാവധിയുള്ള ലൈസൻസ് ആവശ്യമെങ്കിൽ ആദ്യ 3 വർഷം വരെ സൗജന്യമായി പുതുക്കാം. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.